ഉണ്ട്. പടം ഒരു രക്ഷയില്ല, പൊളിയാണ്. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. അപ്പൊ തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളി മൂവിയാണ്, എല്ലാവരും വന്ന് കാണുക. നല്ല വർക്കാണ്, നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്. സ്ക്രിപ്റ്റ് വൈസ് നല്ല രീതിക്ക് ഡെവലപ്പ് ആയിട്ടുണ്ട്. കാരണം ഇതുപോലൊരു ത്രെഡ് ഒരുപക്ഷെ ചെറിയ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓഡിയൻസിന് ഗസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാധ്യത പോലും കൊടുക്കാതെ ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ എത്തിക്കാൻ പറ്റി എന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡയറക്ഷൻ, മേക്കിങ്ങിന്റെ ഒരു വലിയൊരു വിജയമായിട്ട് കാണുകയാണ്. ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ്, ഗംഭീര ഡെവലപ്മെന്റ് ആണ്. സ്ക്രിപ്റ്റിന്റെ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടുവന്നത് രീതി നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് പടത്തിന്റെ കോർ എലമെന്റ് ആയിട്ട് നിൽക്കുന്നത്. സ്ക്രിപ്റ്റും മേക്കിങ്ങും അതിനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കും സ്ക്രിപ്റ്റ് ഈ മൂവിയുടെ ഒരു കോർ എലമെന്റ് ആയിട്ട് നിലനിൽക്കും. എന്തായാലും അതാണ് അതിന്റെ ഒരു ബേസ് എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് ത്രില്ലടിച്ചിരുന്നു പോകും. അതുപോലെ എന്ന് വെച്ചാൽ ഇതൊരു ത്രില്ലിങ്, ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാണ്. ചുമ്മാ തമാശ വിവാസൊക്കെ ആയിട്ട് ഓർത്ത് വന്നതാണ്. പക്ഷെ ഇതുപോലെ ത്രില്ലറാന്ന് ഓർത്തില്ല. ദൃശ്യം കഴിഞ്ഞ് ഇതുപോലെ ഞാനൊരു ത്രില്ലിങ് ആദ്യമായിട്ട് ജിത്തു ജോസഫിന്റെ ഒരു ലെവലാണ് പടം പോയേക്കുന്നത്. കടക്കിടിലുണ്ടോ എന്ന് വെച്ചാൽ മേക്കിംഗ് പടം അതുപോലെ പടം തകർത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ച് തിയേറ്റർ, എന്തായാലും വന്ന് കാണണം. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യേണ്ട അടിപൊളി സിനിമ. വളരെ ചൂസി ആയിട്ട് സിനിമ ചെയ്യുന്നതാണ്. ഈ സിനിമ എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രം നസ്രി അതിഗംഭീരമായിട്ട് ചെയ്തു. ടോപ്പ് ലെവൽ പെർഫോമൻസ്, ടോപ്പ് ലെവൽ മേക്കിംഗ് എല്ലാം കൊണ്ട് ഒരു സാറ്റിസ്ഫൈങ് വാച്ചാണ് സൂക്ഷ്മദർശി. നല്ല മൂവിയാണ്. ആക്ച്വലി ക്ലൈമാക്സ് ട്വിസ്റ്റ് ആണ് അടിപൊളി. നസ്രിയുടെ ഒരു കംബാക്ക് ആണ്. പിന്നെ ബേസിലാണെങ്കിലും എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു.